തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ടീം UDF. ആ ടീം UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. ആ പെരിന്തൽമണ്ണ തൂക്കുമെന്ന് UDF ഉറപ്പിച്ചു പറഞ്ഞതുപോലെ, അതായത് KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ പോലെ 15ന്റെ മേലിൽ പോകുന്ന ഉറപ്പായിട്ടുണ്ട് നജീബ് കാന്തപുരത്തിന്റെ ഭൂരിപക്ഷം. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച UDFന്റെ ചെയർമാൻ നമ്മോടൊപ്പം ഉണ്ട്. അതായത് ഇത് ഉറപ്പിച്ചതാണ്, എല്ലാ പഞ്ചായത്തിലും നഗരസഭയിലും ലീഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ സന്തോഷം നിങ്ങൾ കാണുന്നത്? മൊത്തത്തിലൊരു വലിയ ട്രെൻഡ് ഉണ്ട്. അതിന്റെ പുറത്ത് പെരിന്തൽമണ്ണയിൽ ഒരു പ്രത്യേക ട്രെൻഡാണ് നിലനിൽക്കുന്നത്. അത് MLA ഒരു ജനങ്ങളുമായുള്ള ഒരു ഇടപഴകല്, ഒരു ജനകീയ MLA ആയി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചു. മറ്റൊന്ന്, മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിനകത്തും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി എല്ലാവരും ടീം UDF ആയി പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഒരു മേലാറ്റൂരൊക്കെ ഞങ്ങളൊരു 3000 വോട്ടൊക്കെയാണ് ഞങ്ങൾ ലീഡ് പ്രതീക്ഷിച്ചിരുന്നത്. അവിടെയൊക്കെ 4000ന്റെ മുകളിലേക്ക് പോയി. പെരിന്തൽമണ്ണ നഗരസഭ ഞങ്ങളൊരു 2500 വരെയാണ് മാക്സിമം പ്രതീക്ഷിച്ചിരുന്നത്. അത് 6000ന്റെ അടുത്തേക്ക് പോയി. സക്കീർ ഹുസൈൻ, സക്കീർ ഹുസൈൻ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറമായി പോയി എന്നാ പറയുന്നത്. ഒരുപക്ഷെ ജനങ്ങളുടെ ദേഷ്യം തീർത്ത പോലെ നേരത്തെ ഒരിക്കലും ഇവരൊക്കെ പറഞ്ഞായിരുന്നു, അവർ സംഭവിച്ചിരിക്കുന്നു. ഇതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്, അറിഞ്ഞിക്കൽ ആനന്ദ് കൂടിയുണ്ട്. അതായത് നേരത്തെ നമ്മൾ ചാനൽ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞത് 15,000, 20,000, 28,000, 38,000 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല ആളുകളും അത് പുച്ഛിച്ചു തള്ളി. ഇതിപ്പോ ഇത് സംഭവിച്ചിരിക്കുന്നു. UDFന് അനുകൂലമായ ഒരു കാറ്റ് വീശി, ആ കാറ്റിൽ പലതും കടപുഴകി വീണു. ഇവിടെയും അതല്ലല്ലേ സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മുന്നേ CPMന് സ്ഥാനാർത്ഥിമാരെ കിട്ടാത്തൊരവസ്ഥ ഇവിടെ വന്ന സമയത്ത് നിങ്ങളുമായിട്ടൊരു ഇത് നടത്തിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരമാണ്. ഞങ്ങൾ 38 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ 38,000 വോട്ടിന് ജയിക്കും. നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്താൻ നോക്ക് എന്നാണ് ഞാൻ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകളോട് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത്. ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ ഘടകകക്ഷികളെന്നോ ഭേദമില്ലാതെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ടീം UDF, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ VD സതീശൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ടീം UDF ആണ്. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ടീം UDF. ആ ടീം UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞ്. പെരിന്തൽമണ്ണ മാത്രമല്ല, കേരളത്തിലുടനീളം ഞങ്ങൾ ടീം UDF ആണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും ടീം UDF എന്ന ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയില് ഈ വലിയ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ച എല്ലാ വോട്ടർമാരെയും വളരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുക. ഏതായാലും പ്രതീക്ഷയിലപ്പുറം വലിയ ഒരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞതിന് സന്തോഷം നേതാക്കൾക്ക് ടീം UDF ആയി നിന്ന് നേടാൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ക്യാമറമാൻ കാന്തപുരം എന്താണ് ഈ പറയുന്നത്? പതിവ് പോലെ ഇന്നും പോയി സാറിന്റെ ശബ്ദം. സാറ് ആശുപത്രി വരെ തൊണ്ട ഒന്ന് ശരിയാക്കിട്ട് പോ, എന്നിട്ട് പോരെ തൊണ്ടി മുതൽ. ശബ്ദം തിരിച്ചു പിടിക്കാം, ഒപ്പം ആത്മവിശ്വാസവും. അസന്റ് ENT ഹോസ്പിറ്റൽ.